LPST റാങ്ക് ഹോൾഡേഴ്സ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ചിതയൊരുക്കി പ്രതിഷേധിക്കുന്നു. PSC റാങ്ക് ലിസ്റ്റിൽ നിന്നുള്ള നിയമനം ആവശ്യപ്പെട്ടാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഈ LPSC റാങ്ക് ഹോൾഡേഴ്സ് സമരം നടത്തി വന്നിരുന്നത്. ഇപ്പോൾ ഈ റാങ്ക് ഹോൾഡേഴ്സ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ചിതയൊരുക്കി പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഈ സമരം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് LPSC റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷന് സർക്കാർ 2 ദിവസം മുന്നേ ഒരു കത്ത് നൽകിയിരുന്നു. വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ ഒപ്പുവെച്ച ഔദ്യോഗിക കുറിപ്പാണ് ഈ ഉദ്യോഗസ്ഥർ ഈ സമരപ്പന്തലിലെത്തി ഇവർക്ക് കൈമാറിയത്. സമരക്കാർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങളിൽ പരിഹാര നടപടികൾ സ്വീകരിക്കാമെന്നായിരുന്നു അതിൽ വ്യക്തമാക്കിയത്. പക്ഷേ അതിന് കുറച്ച് സമയം വേണം, 2 മാസത്തെയെങ്കിലും സാവകാശം വേണമെന്നായിരുന്നു ആ കുറിപ്പിൽ വ്യക്തമാക്കിയത്. ഇപ്പോൾ സമരക്കാർ ചിതയൊരുക്കി റാങ്ക് ഹോൾഡേഴ്സ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ചിതയൊരുക്കി വേറിട്ടൊരു പ്രതിഷേധം കാഴ്ചവെക്കുകയാണ്. ഇപ്പോൾ കമലേഷ് കൂടി ചേരുന്നുണ്ട്. കമലേഷ്, ഇപ്പോൾ ഈ LPST റാങ്ക് ഹോൾഡേഴ്സ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ചിതയൊരുക്കി പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇവർ ഈ PSC റാങ്ക് ലിസ്റ്റിൽ നിന്നുള്ള നിയമനം ആവശ്യപ്പെട്ടാണ് ഇവർ ഈ സമരം നടത്തി വരുന്നത്. എന്താണ് നിലവിൽ അവിടെ നിന്നുള്ള വിവരങ്ങൾ? തീർച്ചയായും ഇതിനകത്ത് വലിയ പ്രതിഷേധത്തിലേക്ക് തന്നെയാണ് LPST റാങ്ക് ഹോൾഡേഴ്സ് കടക്കുന്നത് എന്നുള്ളതാണ്. പലതരത്തിലുള്ള സമരങ്ങൾ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അവർ നടത്തി കഴിഞ്ഞിരിക്കുന്നു. ഇതിനകം പുല്ല് തിന്നുകയും മണ്ണ് തിന്നുകയും മുട്ടിലിഴയുകയും ചെയ്യുന്ന നിലയിലേക്കുള്ള സമരമാർഗങ്ങളിലേക്ക് അവർ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കടന്നു. പക്ഷേ ഒരു തരത്തിലും അവരുടെ ഈ സമരത്തെ അഡ്രസ്സ് ചെയ്യാൻ സർക്കാർ തയ്യാറാകുന്നില്ല എന്ന വലിയ വിമർശനമാണ് അവർ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നത്. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിലവിൽ ഇന്നിപ്പോൾ ഒരു കൂടുതൽ രൂക്ഷമായ കുറച്ച് കടുത്ത ഒരു സമരത്തിലേക്കാണ് അവർ പോകുന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ചിതയൊരുക്കിക്കൊണ്ടായിരുന്നു ഈ റാങ്ക് ഹോൾഡേഴ്സിന്റെ സമരം. അവർ ചിത കൊളുത്തുകയും മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തുകൊണ്ട്, അതായത് തങ്ങളുടെ സ്വപ്നങ്ങളാണ് ഈ ചിതയിൽ അമർന്നു പോകുന്നത് എന്ന നിലയിലേക്കുള്ള ഒരു പ്രതികരണം, ഒരു മുന്നറിയിപ്പ് ഉൾപ്പെടെ അവർ നൽകുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇവർ മന്ത്രിമാരുമായി ആശയവിനിമയം നടത്തിയെങ്കിൽ പോലും അവർക്ക് സമയം ആവശ്യമുണ്ട് എന്നുള്ളതാണ് അവർ പറഞ്ഞിട്ടുള്ളത്. 2 മാസത്തെ സമയം ഈ പ്രശ്നം പരിഹരിക്കാൻ ആവശ്യപ്പെടുന്നു എന്നുള്ളതാണ്. ഏതായാലും ഈ വിഷയത്തിൽ അവർ പറയുന്നത് അവർ സമയം നൽകുന്നതിൽ പ്രയാസമില്ല, പക്ഷേ ഈ 2 മാസം കഴിയുന്ന ഘട്ടത്തിൽ ഈ നിലയിൽ നമുക്ക് അവരോട് തന്നെ അവരുടെ കാര്യങ്ങൾ ചോദിക്കാം. നിലവിൽ വലിയ നിലയിലേക്കൊരു ചിതയുൾപ്പെടെ ഒരുക്കിക്കൊണ്ടുള്ള കൂടുതൽ രൂക്ഷമായ ഒരു സമരത്തിലേക്ക് നിങ്ങൾ പോവുകയാണ്. എന്തുകൊണ്ടാണ് അത്തരത്തിൽ? കാരണം നമ്മളൊരു 4 മാസം മുമ്പ് ഇവിടെ സമരം നടത്തിയിട്ടുള്ളതാണ് LDF കാലഘട്ടം. അപ്പോൾ ഈ VD സതീശനും മറ്റു മന്ത്രിമാരും അടുത്ത് വന്ന് പറഞ്ഞതാ, നമ്മൾ അധികാരത്തിൽ വന്നാൽ നമ്മളെ പരിഗണിക്കും, ആദ്യത്തെ പരിഗണന നമുക്കെന്നാണ് പറഞ്ഞത്. അത് വിശ്വസിച്ചാണ് നമ്മൾ ജയിപ്പിച്ചു വിട്ടത്. നമ്മൾ ഈ ലിസ്റ്റിലുള്ള എല്ലാവരോടും പറഞ്ഞു നമുക്ക് അവർ സഹായിക്കും എന്നൊരു വാക്കിൻ്റെ പുറത്താണ് നമ്മൾ സഹായിച്ചത്. എന്നിട്ട് ഇന്നിവിടെ ഈ 36-ാം ദിവസവും പോലും അവരെ നമ്മൾ തിരിഞ്ഞു നോക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ 12 ഒരു അമ്മ 2 പിള്ളേരെ അമ്മയാണ് പാലക്കാട് നിന്ന് ഇവിടെ വന്ന് ഈ സെക്രട്ടേറിയറ്റിൻ്റെ ഫ്രണ്ടിൽ കിടക്കുക. ഇന്ന് 12 ദിവസമായി, എന്നിട്ട് പോലും അവർ തിരിഞ്ഞു നോക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മളിങ്ങനെയുള്ള, കാരണം നമ്മൾ അക്രമസക്തമാവുന്നില്ല. കാരണം നമ്മൾ ഭാവിയുടെ അധ്യാപകരാണ്, നമ്മൾ കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് എല്ലാം ഇങ്ങനെയാണ്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ അക്രമസക്തമായിട്ടുള്ള ഒരു സമരത്തിലേക്കും പോകുന്നില്ല. നമ്മുടെ ഉള്ളിലുള്ള വിഷമങ്ങളാണ് നമ്മൾ ഈ കാണിക്കുന്നത്. പുല്ല് ഇന്നും മണ്ണ് ഇന്ന് ഒരു ടീച്ചർ മരിക്കും പോലെ വരെ നമ്മൾ കാണിച്ചത് അതുകൊണ്ടാണ്. നമുക്ക് അത്രയേ ഉള്ളൂ. നമ്മൾ ചർച്ചയ്ക്ക് വേണ്ടിയാണ് വിളിക്കുന്നത്. അവർക്ക് അതിന് പോലും പറ്റില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഇപ്പോൾ മന്ത്രി 2 മാസത്തെ സമയം നിങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു നേരത്തെ. അതിൽ ഒരു ഉറപ്പുണ്ടാകുമെന്ന ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്? ഇല്ല, അതിൽ നമ്മളെ സമരം നടത്തണം, 2 മാസം കഴിഞ്ഞ് പരിഗണിക്കാം. പക്ഷെ അതിലൊരു ഉറപ്പ് നമുക്ക് പറയുന്നില്ല. നമ്മൾ പറയുന്നു നമുക്കൊരു ഉറപ്പ് മാത്രം മതി, നമ്മൾ ഈ സമരം നടത്തി പോകാൻ 2 മാസം വേണം നമ്മൾ കൊടുക്കാം. അതിനൊന്നും നമുക്ക് കുഴപ്പമില്ല. നമ്മൾ പറയുന്നത് എന്താ, 2 മാസം സമയം തരാം. നമുക്കിത് ന്യായമായുള്ള ഒരു ആവശ്യമാണ്. അതൊന്ന് കിട്ടിയാൽ മാത്രമേ മതി എന്നാണ് നമ്മൾ പറയുന്നത്. ഏതായാലും ആ നിലയിലാണ് അവരുടെ സമരമാർഗങ്ങൾ മുന്നോട്ട് പോകുന്നത്. നേരത്തെ പലതരത്തിലുള്ള സമരമുറകൾ അവർ പ്രയോഗിക്കുന്ന സാഹചര്യമുണ്ടായി. ഒടുവിൽ ഗതികെട്ടതിന് ശേഷമാണ് അവരുടെ ഈ റാങ്ക് ഹോൾഡേഴ്സിൻ്റെ ആ പട്ടിക ചിതയിൽ അമരുന്നത് പോലെ, അവരുടെ ജീവിതവും അവരുടെ സ്വപ്നങ്ങളും ചിതയിൽ അമരുന്നത് പോലെ പ്രതീകാത്മകമായി ചിത ഒരുക്കിക്കൊണ്ടുള്ള ഒരു സമരത്തിലേക്കാണ് LPST റാങ്ക് ഹോൾഡേഴ്സ് പോകുന്നത്.